2026 ഓണം റിലീസായി എത്തുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? 2026 ഓണത്തിന് മലയാളത്തിൽ നിന്നും മറ്റ് അന്യഭാഷകളിൽ നിന്നും നിരവധി ചിത്രങ്ങളാണ് റിലീസിനെത്തുന്നത്. ഓണം റിലീസിനെത്തുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. മിനി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങളൊരു സിനിമ ആരാധകനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഈ ഓണത്തിന് കാണാൻ കാത്തിരിക്കുന്ന സിനിമകളുടെ റിലീസ് തീയതിയും മറ്റ് അപ്ഡേറ്റുകളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഓണം റിലീസുകളിൽ ഞാൻ ആദ്യം പറയുന്ന ചിത്രമാണ് തുടക്കം. മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയ രംഗത്തേക്ക് എത്തുന്ന സിനിമയാണ് തുടക്കം. നായികയായാണ് താരപുത്രിയുടെ അരങ്ങേറ്റം. ഇപ്പോഴിതാ മോഹൻലാൽ പങ്കുവച്ച തുടക്കം സിനിമയുടെ പുതിയ പോസ്റ്ററാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. എല്ലാ യാത്രയും ആദ്യ ചൂടിൽ തുടങ്ങുന്നു എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. ഓണം റിലീസുകളിൽ ആദ്യം എത്തുന്ന ചിത്രം കൂടിയാണ് തുടക്കം. ഓഗസ്റ്റ് 7-നാണ് ചിത്രത്തിന്റെ റിലീസ്. വിസ്മയ മോഹൻലാലിനൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണി ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. 2018 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. സായ് കുമാർ, ബോബി കുര്യൻ, ഗണേഷ് കുമാർ തുടങ്ങിയ നിരവധി താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന തുടക്കമെന്ന ഈ ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണം റിലീസുകളിൽ അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്. സഞ്ജയ് വിശ്വനാഥ് എന്ന അന്താരാഷ്ട്ര പിസ്റ്റൾ ഷൂട്ടറുടെ വേഷത്തിൽ സൂര്യ എത്തുന്ന ചിത്രത്തിൽ മമിത ബൈജു ആണ് നായിക. സിനിമയുടെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രണയവും ആക്ഷനും ചേർന്നതാകും ചിത്രമെന്നാണ് ടീസർ നൽകുന്ന സൂചന. 40-കാരനും 20-കാരിയും തമ്മിലുള്ള പ്രണയത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് ചിത്രത്തിൽ സംവിധായകൻ ശ്രമിക്കുന്നത്. 2026 ഓഗസ്റ്റ് 14-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വിശ്വനാഥ് ആൻഡ് സൺസ് റിലീസ് ചെയ്യും. വാത്തി, ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സിത്താര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നാഗവംശിയാണ് സിനിമയുടെ നിർമ്മാണം. GV പ്രകാശ് കുമാറാണ് സിനിമയുടെ സംഗീത സംവിധാനം. രാധിക ശരത് കുമാർ, രവീണ ടണ്ടൻ എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണം റിലീസുകളിൽ അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് ടോക്സിക്. യാഷിന്റെ ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ടോക്സിക്. KGF-ന് ശേഷം യാഷ് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പലവട്ടമാണ് മാറ്റിവെക്കപ്പെട്ടത്. കാത്തിരിപ്പുകൾക്കൊടുവിൽ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മോൺസ്റ്റർ മൈൻഡ്സ് ക്രിയേഷൻസും KVN പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ 2026 ഓഗസ്റ്റ് 26 ബുധനാഴ്ച റിലീസ് ചെയ്യും. കൂടാതെ ഈ പ്രഖ്യാപനത്തോടൊപ്പം പുറത്തിറക്കിയ പുതിയ പോസ്റ്ററിൽ യാഷിന്റെ ഇരട്ട അവതാരങ്ങളായ റായയും ടിക്കറ്റും ഉൾപ്പെടുന്നു. യാഷ് ഇരട്ട വേഷത്തിലാണ് ഈ ചിത്രത്തിൽ എത്തുന്നത്. കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്ന ടോക്സിക് ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു മാനദണ്ഡം സൃഷ്ടിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ്, മലയാളം ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും. നയൻതാര, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത്, താര സുതാര്യ എന്നിവരടങ്ങുന്ന ശക്തമായ താരനിരയും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണം റിലീസുകളിൽ അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് ഖലീഫ. ആരാധകർ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഖലീഫ. ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. ദുബായ് ഷെഡ്യൂളിലൂടെയാണ് ചിത്രം ഷൂട്ടിംഗ് അവസാനിപ്പിച്ചത്. 2026 ഓഗസ്റ്റ് 20-നാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ഭാഗങ്ങളായി ഒരുക്കുന്ന ഖലീഫയുടെ 2ാം ഭാഗത്തിൽ മാമ്പറക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ നായകനായി എത്തും. ആദ്യ ഭാഗത്തിലെ നായകനായ പൃഥ്വിരാജ് സുകുമാരനും ഈ 2ാം ഭാഗത്തിന്റെ താരനിരയിൽ ഉണ്ടാകും. ജിനു ഇന്നോവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന മോഹൻലാൽ കഥാപാത്രത്തിന്റെ കൊച്ചുമകനായ കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന മാമ്പറക്കൽ ആമിർ അലി. കഴിഞ്ഞ വർഷം പൃഥ്വിരാജ് സുകുമാരന്റെ ജന്മദിനമായ ഒക്ടോബർ 16-ന് റിലീസ് ചെയ്ത ഗ്ലിംസ് വീഡിയോയിൽ ചിത്രത്തിൽ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങളിലൂടെയാണ് മാമ്പറക്കൽ അഹമ്മദ് അലി, മാമ്പറക്കൽ ആമിർ അലി എന്നീ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ബിഗ് ബജറ്റ് ചിത്രമായാണ് ഖലീഫ ഒരുങ്ങുന്നത്. ബോളിവുഡ് താരം നീൽനിതിൻ മുകേഷും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നീൽനിതിൻ മുകേഷ് ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ഖലീഫ. മാസ് സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറായി ഒരുക്കുന്ന ചിത്രം ത്രസിപ്പിക്കുന്ന ചേസ് രംഗങ്ങൾ കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ്.
പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടുമെന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ. പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ ചിത്രം ലണ്ടൻ, ദുബായ്, കേരളം, നേപ്പാൾ എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിലായാണ് ഒരുക്കുന്നത്. ആദം ജോൺ, ലണ്ടൻ ബ്രിഡ്ജ്, മാസ്റ്റേഴ്സ്, കടുവ എന്നീ സിനിമകൾക്ക് ശേഷം ജിനു എബ്രഹാം, പൃഥ്വിരാജ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. വൻ മുതൽ മുടക്കിലൊരുങ്ങുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ഒരു വൻ വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണം റിലീസുകളിൽ അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. റൊമാൻറ്റിക് കോമഡി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നിവിൻ പോളിയുടെ റോംകോം ജോണറിലുള്ള ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഭാവന സ്റ്റുഡിയോസിനോടൊപ്പം നിവിൻ പോളി ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ഗിരീഷ് ഷേഡിക്കൊപ്പം നിവിൻ ആദ്യമായി ഒന്നിക്കുന്ന റൊമാൻറ്റിക് കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ മമിത ബൈജു ആണ് നായികയായി എത്തുന്നത്. മലയാളത്തിൽ ഒട്ടേറെ കലാമൂല്യവും ജനപ്രിയവുമായ സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ബാനറാണ് ഭാവന സ്റ്റുഡിയോസ്. പ്രേക്ഷകർ ഏറ്റെടുത്ത ഹിറ്റ് ചിത്രം സർവ്വമായയ്ക്ക് ശേഷം നിവിൻ ഈ ബാനറിനോടൊപ്പം ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർ വാനോളം പ്രതീക്ഷയിലാണ്. പ്രേമലുവിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും ചേർന്നാണ് സിനിമയുടെ രചന നിർവഹിക്കുന്നത്. സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, സൃന്ദ, പാർവതി അയ്യപ്പദാസ്, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. ചാലക്കുടി, പൊള്ളാച്ചി, ഗോവ, ഹൈദരാബാദ്, കുട്ടിക്കാനം എന്നീ ലൊക്കേഷനുകളിലായി 100ലധികം ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത്. പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണം റിലീസുകളിൽ അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. മലയാളി പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായാണ് ഒരുങ്ങുന്നത്. ചിത്രം സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്താണ്. വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോൺ വർഗീസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഷഹബാസ് റഷീദും ആദർശ് സുകുമാരനും ചേർന്നാണ്. തെന്നിന്ത്യയിലെ 100ലധികം ലൊക്കേഷനുകളിലായി ചിത്രീകരണം പൂർത്തിയായ ഐ ആം ഗെയിം മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും ആവേശത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായാണ് ചിത്രം എത്താൻ ഒരുങ്ങുന്നത്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായി ഒരുങ്ങുന്ന ചിത്രത്തിൽ ഏറ്റവും സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് ദുൽഖറിനെ അവതരിപ്പിക്കുന്നത്. മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ലോകയ്ക്ക് ശേഷം വേഫറർ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് പുറത്തു വരാൻ പോകുന്ന ചിത്രം കൂടിയാണ് ഐ ആം ഗെയിം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, സെക്കൻഡ് ലുക്ക് ഉൾപ്പെടെയുള്ളവയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വമ്പൻ സ്വീകരണമാണ് ലഭിച്ചത്. ദുൽഖർ സൽമാന്റെ 40ാം ചിത്രമായാണ് ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ എത്തുന്നത്. ദുൽഖർ സൽമാനെ കൂടാതെ ആന്റണി വർഗീസ് പെപ്പെ, തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ, കയാതു ലോഹർ, കതിർ, പാർത്ഥ് തിവാരി, തമിഴ് നായികാതാരം സംയുക്ത വിശ്വനാഥൻ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയി, സംഘടനമൊരുക്കുന്നത് അൻബറു മാസ്റ്റേഴ്സ് എന്നിവരാണ്. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഐ ആം ഗെയിം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി 2026 ആഗസ്റ്റ് 20 ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക.